ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കാലങ്ങളായിട്ട് നിന്നെ പീഡിപ്പിക്കുന്ന തിന്മകളുടെ മേൽ ഈ തീയുടെ അഭിഷേകം കടന്നു വരും. ഇത് കത്തിപ്പടരും, ഇത് കത്തിപ്പടരും. യെസ്, ഇത് നിന്റെ ശരീരത്തിൽ കത്തിപ്പടരും. കാലങ്ങളായിട്ടുള്ള തിന്മയുടെ എല്ലാ കെട്ടുകളും അഴിക്കും. പാപത്തിന്റെ ദുശീലങ്ങളുടെ കെട്ടുകൾ അഴിക്കും. നിന്റെ തഴക്ക ദോഷങ്ങളുടെ കെട്ടുകൾ അഴിക്കും. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജോലിച്ചിടട്ടെ. പഠിക്കേ, ബാലന്മാർ വൃദ്ധന്മാർ ആത്മാവിൽ പഠിക്കേ. വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജോലിച്ചിടട്ടെ. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. പാടാം. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. പാടാം, പാടാം. ആത്മാവിൽ ആരാധന, പാടി പാടി. ആത്മാവിൽ ആരാധന, അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഭിഷേകമേ. കൈകൾ ഉയർത്തി, കൈകൾ അടിച്ച്. അഭിഷേകമേ. ആത്മാവിൽ ആരാധന, അഭിഷേകമേ. കരങ്ങൾ രണ്ട് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്. പരിശുദ്ധാത്മാവേ, അഭിഷേകമേ. പരിശുദ്ധാത്മാവേ, തീ കത്തുന്ന അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടണം. പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ശരീരത്തിലേക്ക് തീ കത്തട്ടെ. നിന്റെ ചിന്തകളിലേക്ക് തീ കത്തട്ടെ. നിന്റെ വീട്ടിലെ ഓരോ ജീവിത സാഹചര്യങ്ങളിലേക്ക് തീ കത്തട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ്, ഒരു പുത്തൻ അഭിഷേകം, കെട്ടുകൾ അഴിയുന്ന അഭിഷേകം, ദൈവശക്തി വെളിപ്പെടുന്ന അഭിഷേകം. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ് ചലിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. നിരാശയുടെ മേലും പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ഭയത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ആരാധന, 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 ആരാധന. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. യെസ്, ഇതെന്റെ മേൽ സംഭവിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ. Yes, I believe and I claim Holy Spirit right now. ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ സമയത്ത് ഇത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. യെസ്, പരിശുദ്ധാത്മാവ്, തീ കത്തുന്ന അഭിഷേകം നിന്റെ മേൽ ചൊരിയുന്ന സമയം, നിന്റെ തലയ്ക്കകത്തുള്ള എതിർചിന്തകൾ എടുത്തു മാറ്റപ്പെടുന്ന സമയം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. നിന്റെ ശരീരത്തെ, നിന്റെ ചിന്തകളെ, വികാര വിചാരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് വിട്ടുകൊടുക്കണം. ഓർത്തോർത്തോണ്ടിരിക്കരുത്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കരുത്. ഈ ശുശ്രൂഷ സമയത്ത് ഓർത്തോർത്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന ചിലരോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഓർത്തുകൊണ്ടിരിക്കേണ്ട. ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. ലൂക്കാ 12:12 അവൻ പറയുന്നത് കേൾക്കുക. പരിശുദ്ധാത്മാവ് നിന്നോട് ഇതാ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്ന സമയം എന്റെ സഹോദര, സഹോദരി, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീയാണ് കത്തുന്നത്. ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. പരാത്മാവിൽ ആരാധന, ആത്മാവിൽ ആരാധന, തീയാൽ അഭിഷേകമേ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാരണമാകണമെന്നില്ല. പിടികിട്ടിയോ? നമ്മളൊരു പ്രശ്നത്തിന് ചില കാരണങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കാരണങ്ങളാകണമെന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ യുദ്ധഭൂമിയിൽ നമ്മൾ ചിന്തിക്കണം, ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ചില കാരണങ്ങളുണ്ട്. എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ വീട്, എൻ്റെ കൂട്ടത്തിലുള്ളവർ, ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന കാരണമാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാഹരണത്തിന് തലവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, ഇല്ലേ? ബിപി കൂടിയത് കൊണ്ടുണ്ടാവാം, അല്ലേ? ഉദാഹരണത്തിന് ഗ്യാസ് ട്രബിൾ വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, ടെൻഷൻ വന്നത് കൊണ്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഈ കാരണം കണ്ടെത്തി ചികിത്സിക്കുമ്പോഴാണ് ചികിത്സ ഫലപ്രദമായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം കണ്ടെത്തി ചികിത്സിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് എന്നതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധത്തിലെ പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യം നിന്റെ ശത്രുവിനെ നീ തിരിച്ചറിയണം. വേണ്ടേ? ഈ ശത്രു ആരാന്നറിയാതെ യുദ്ധഭൂമി ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് കാര്യം? നീ നിന്നെ തന്നെയല്ലേ നശിപ്പിക്കുന്നത്? നീ നിന്റെ ആളുകളെ തന്നെയല്ലേ വെട്ടി വീഴ്ത്തുന്നത്? ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പലതും അങ്ങനെയല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ ഭാര്യ ഭർത്താവിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കിയേ. ഈ ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി ആരുടെ ബലമാണ് കുറയുന്നത്? ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ ബലമാണ് കുറയുന്നത്. ഇവരുടെ ശക്തിയാണ് കുറയുന്നത്. ഇവരുടെ ഉള്ളിൽ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ തിന്മയുടെ ദുരാത്മാവിനെതിരായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഒരു യുദ്ധത്തിൽ നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ശത്രുവിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ആത്മീയ മേഖലയിൽ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിയണം. എല്ലാ തകർച്ചയ്ക്കും പിന്നിലും, എല്ലാ പ്രശ്നത്തിന് പിന്നിലും ചില ആത്മീയ കാരണങ്ങൾ ഉണ്ട്. ഏത് കാര്യവും നിങ്ങൾ എടുത്തോളൂ. നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ ഒക്കെ അനുഭവിക്കുന്ന ഏത് കാര്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പിന്നിലും there is a spiritual reason. ഒരു ആത്മീയ കാരണം അതിൻ്റെ പിന്നിലുണ്ടാവും. ആ കാരണത്തെ കണ്ടെത്തി അതിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മീയ കാരണം കണ്ടെത്താൻ ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുന്നത്, റുഹായെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിന്റെ ജീവിതത്തിലെ ആത്മീയ തകർച്ചയുടെ കാരണം കണ്ടെത്താൻ നിന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇത് മനസ്സിലാക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഒരേ ലക്ഷ്യത്തിൽ, ഒരേ അനുഗ്രഹത്തിൽ ജീവിക്കേണ്ടവരെ തമ്മിൽ തല്ലി ഈ പിശാചി വിജയിക്കും. അതാണ് പിശാചിന്റെ യുദ്ധം. അവന്റെ തന്ത്രം അതാണ്. നമ്മുടെ കുടുംബത്തിലുള്ള സന്തോഷത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരേ വേഗതയിൽ ചലിക്കേണ്ടവരെ തമ്മിൽ തല്ലിച്ച് ഈ പിശാച് മാറിയിരുന്ന് ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള കാരണം ഇങ്ങനെയാണല്ലോ എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃത്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടഞ്ഞ് നമ്മുടെ ജീവിതം വേസ്റ്റാവും. അതായത് ദൈവം ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് ഈ പ്രശ്നത്തിൻ്റെ അടിയിൽ കിടന്ന് ചതഞ്ഞരഞ്ഞ് കരഞ്ഞ് പിറുപിറുത്ത് ജീവിക്കാനാണോ? അല്ല. ദൈവം നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ, ഈ പ്രപഞ്ചത്തിന് മുകളിൽ ചവിട്ടി നടക്കാൻ അത്രമേൽ അധികാരം തന്നിട്ടാണ്.
സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് സാം, സങ്കീർത്തന പുസ്തകം 115 അതിന്റെ 16 തിരുവചനം. വായിച്ചോ. നല്ല വചനമാണ്, നല്ല ഒന്നാന്തരം വചനമാണ്. സങ്കീർത്തനം 115 വചനം 16. ആകാശം കർത്താവിന് മാത്രമുള്ളതാണ്, യെസ്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. ആ ഭൂമി, ഈ പ്രപഞ്ചത്തെ മനുഷ്യ മക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. കേട്ടോ? എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. എനിക്കും നിനക്കും നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരാ? ഉടമസ്ഥരാണെന്ന്. ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള ഉടമസ്ഥരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അടിമകളെ പോലെയാണ്, പക്ഷെ നമ്മൾ ഉടമസ്ഥരാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം തിരുവചനം വായിച്ചേ. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? വായിച്ചോ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അധികാരിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൗസ്റ്റീനാമ്മയുടെ ഡയറി വായിച്ച സമയത്ത് അതിൻ്റെ അകത്തൊരു സുന്ദരമായ കാര്യം, അതായത് ഒത്തിരി സ്വർഗീയ ദർശനങ്ങൾ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രപഞ്ചത്തില് ആദത്തിന്റെ ഹവ്വായുടെയും ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മൃഗങ്ങൾക്കും സസ്യലതാദികൾക്കും എല്ലാത്തിനും മനുഷ്യരോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം യജമാനനാണ് മനുഷ്യൻ. എല്ലാത്തിനും, എല്ലാ ഈ ജീവജാലങ്ങൾക്കും മനുഷ്യരോട് ബഹുമാനമുണ്ടായിരുന്നു. ഇപ്പൊ എന്തു പറ്റി? നമ്മൾ പാപം ചെയ്തതോടുകൂടി നമുക്കുണ്ടായിരുന്ന കൃപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ജീവജാലങ്ങൾക്കൊന്നും നമ്മളോടൊരു ബഹുമാനമില്ല. ഈ ജീവജാലങ്ങൾക്കൊന്നും നമ്മളോട് ഇപ്പോൾ ഒരു സ്നേഹമില്ല. നമ്മൾ ഇവയെക്കാളും കെട്ട അവസ്ഥയിലാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം ഒന്ന് വായിച്ചേ. ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങളുടെ കീഴിലാക്കി. എല്ലാം അവന്റെ അധീനമാക്കിയപ്പോൾ അവന് കീഴ്പ്പെടുത്താത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരം മനുഷ്യനാണ് നൽകിയത്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ, ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെ മുകളിൽ ചവിട്ടി നടക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ തലയ്ക്ക് മുകളിൽ നമ്മളെ ചവിട്ടി നടക്കുന്നതാണ് സങ്കടകരമായ കാര്യം, അല്ലേ? സങ്കടകരമായ കാര്യം. സങ്കീർത്തനത്തിലോട്ട് ഒരു വചനം കൂടെ പഠിച്ചാലോ? സങ്കീർത്തനം 8-ാം അധ്യായം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 8, 8-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം തിരുവചനം. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. 6-ാം വചനം വായിച്ചേ. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവൻ ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. അങ്ങനെ നമുക്ക് അവകാശം നൽകപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പാപകരമായ അവസ്ഥയിലൂടെ പോയപ്പോൾ സാത്താൻ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തു. നമ്മൾ അടിമയായിപ്പോയി. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയ രക്ഷ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ ആ കുരിശു മരണത്തിലൂടെ സാത്താന്റെ നാരകീയ ശക്തിയെ അവിടുന്ന് എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്തു, നമ്മളെ രക്ഷിച്ചെടുത്തു. ഇപ്പൊ നമ്മൾ യേശുവിന്റെ സ്വന്തമാണ്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ. ദിവ്യകാരുണ്യമേ
കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിലെ ദുഷ്ടസേനയെ ദുഷ്ടാത്മാവിനെ നിർവീര്യമാക്കുന്നത് പോലെ തന്നെ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നിന്റെ കുടുംബം. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അതെന്ത് തന്നെ ആവട്ടെ, അതിന്റെ പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ടല്ലോ, പൈശാചിക പീഡയുണ്ടല്ലോ. ആ മേഖലയെ സമർപ്പിക്കുക. അതേതാണ് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് ജ്ഞാനം തരും. ആ മേഖലയെ സമർപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ കുരിശന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ, യേശുവേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി നമ്മുടെ കുടുംബത്തിൽ പ്രവേശിച്ചതാവാം. ഒരുപക്ഷെ സഹോദരങ്ങൾ തമ്മിലുള്ള വെറുപ്പിന്റെ ദുരാത്മാവാകും. വെറുപ്പിന്റെ ദുരാത്മാവ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ടാവാം. കുടുംബത്തിന്റെ സ്വത്ത് ഭാഗമെപ്പിനോട് ബന്ധപ്പെട്ട് തുടങ്ങിയ വെറുപ്പ്, പരസ്പരം അസ്വസ്ഥത, സംസാരിക്കില്ല, ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് എപ്പോഴും വഴക്കും വക്കാണവും, ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ആ കുടുംബത്തിൽ ഒരു പൈശാചിക പീഡയില്ലേ? ആ പീഡയാണ് ബന്ധിക്കേണ്ടത്. ആ പീഡയാണ് ബന്ധിക്കേണ്ടത്. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളില് ചില പാരമ്പര്യ പീഡകൾ, പാരമ്പര്യ രോഗങ്ങൾ അടിക്കടി പീഡിപ്പിക്കുന്നു. സ്വസ്ഥത കിട്ടുന്നില്ല. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചില അലർജി രോഗങ്ങൾ, ചില പാരമ്പര്യ വാസനകൾ ചില കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു വിടുതൽ വേണം, ഞങ്ങൾക്ക് കുടുംബത്തിന് സംരക്ഷണം വേണം. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വീടും വീടിന്റെ പരിസര പ്രദേശങ്ങളും മനസ്സിൽ കാണുക. നിന്റെ വീടിരിക്കുന്ന സ്ഥലം, ആ വീടിന് ചുറ്റും മനസ്സുകൊണ്ടൊന്ന് നടക്കുന്നതൊന്ന് മനസ്സിൽ കാണുക. നിന്റെ വീട്ടിലെ ഓരോ മുറികളും ഈ സമയത്ത് നീ വീട്ടിലെ ഓരോ മുറികളിലൂടെ നടക്കുന്നത് മനസ്സിൽ കാണണം. ആ വീട്ടിലെ ഓരോ സ്ഥലത്തും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തിന്മ വീട്ടിലെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു മേഖലയിൽ ഉണ്ടെന്നെങ്കിൽ ഇതാ ഈ സമയത്ത് ആ മേഖലകൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കിടപ്പുമുറി, നിന്റെ അടുക്കള, നിങ്ങളുടെ വിശ്രമിക്കുന്ന സ്ഥലം, ഓരോ സ്ഥലങ്ങളും മനസ്സിൽ കാണണം. കർത്താവേ, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞ രക്തം, യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തിയ വിശുദ്ധ കുരിശിന്റെ ശക്തി, യേശുവേ നിന്റെ നാമത്തിന്റെ മഹത്വം എന്റെ വീട്ടിലെ ഓരോ മുറികളിലേക്കും ഈ സമയത്ത് ബന്ധനമഴിക്കപ്പെടുന്ന അഭിഷേകം കൃപയായിട്ട് കടന്നു ചെല്ലട്ടെ. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളുടെ കൃഷിയിടങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങളുടെ പറമ്പ്, കൃഷിയിടങ്ങൾ മനസ്സിൽ കാണണം. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ശല്യങ്ങളുണ്ടോ? കൃഷിയിടങ്ങളിൽ എത്ര അധ്വാനിച്ചിട്ടും കൃഷിയുടെ വിളവ് ലഭിക്കാത്തൊരവസ്ഥയുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ അതിർത്തി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചുറ്റുവട്ടം താമസിക്കുന്നവരുമായിട്ട് വഴക്കുണ്ടോ, വക്കാണമുണ്ടോ? വീട്ടിലേക്കുള്ള വഴി മനസ്സിൽ കാണണം. വീട്ടിലേക്കുള്ള വഴി മനസ്സിൽ കാണണം. ഒരുപക്ഷെ വഴി പ്രശ്നമുണ്ടോ? സമർപ്പിക്കുക. കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആ മേഖലകളെ മുഴുവൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ കർത്താവേ അങ്ങ് ബന്ധിക്കണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് ഈ നിമിഷം യേശുവേ എന്ന് വിളിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ആരാധനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർത്തപ്പെടുന്നുണ്ടോ, ആ ദൈവജനത്തോട് ചേർന്ന് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായിട്ടുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, പാരമ്പര്യ രോഗങ്ങൾ അഴിയപ്പെടട്ടെ, രോഗപീഠകൾ അഴിയപ്പെടട്ടെ, തിന്മയുടെ സകല ദുഷ്ടശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, യേശുവേ വിളിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാവരും കെട്ടുകൾ പൊട്ടട്ടെ, എല്ലാവരും ഓ കർത്താവേ വിശ്വസിക്കുന്നു. ഈ സമയം തന്നെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി.
കർത്താവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ.